RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകണം, സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് അടക്കമുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സത്യഭാമയുടെയും അഭിഭാഷകന്റെയും പ്രതികരണം കേൾക്കാം ആദ്യം. ഒരു ടീച്ചറായിരുന്നു എന്നും കുറേ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC/ST വകുപ്പിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി കസ്റ്റഡി ആവശ്യമാണ്, കസ്റ്റഡി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കുകയുള്ളൂ, അന്വേഷണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഡിവൈസ് മറ്റുമായി ചില സംഗതികൾ കണ്ടെത്താനുണ്ട്. പക്ഷേ ഈ ഡിവൈസ് ഒരു പക്ഷേ 2-3 പ്രതികൾ അത് ഷൂട്ടിംഗ് നടത്തി അവരുടെ കൈവശം എത്തിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ബഹുമാനപ്പെട്ട SC/ST കോടതി ഈ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കർശന ഉപാധികളോടെ